10 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന അവധിക്കാലം നമ്മുടെ മക്കൾക്കെല്ലാവർക്കുമുണ്ട്. ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കൾക്ക് നമ്മൾ നൽകേണ്ട ചില മൂല്യങ്ങളും ബോധങ്ങളുമുണ്ട്. ഓരോ ദിവസവും 24 മണിക്കൂർ സമയം വീതം കൂട്ടിയാൽ നമ്മുടെ മക്കൾക്ക് വിശാലമായ ഒരു സമയം ഇതാ അവധിയായി ലഭിക്കുകയാണ്. ഈ സമയം അത്രയും മൊബൈൽ ഫോണുകളിൽ, ഇന്റർനെറ്റുകളിൽ, അതുപോലെ TV സ്ക്രീനുകളുടെ മുമ്പിൽ അവർ ചെലവഴിക്കുകയാണെങ്കിൽ അവധിക്കാലം കഴിയുമ്പോഴേക്ക് അവരതിനെ അഡിക്റ്റായി പോകാൻ, അവർക്ക് അഡിക്ഷൻ ഉണ്ടാകാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്റെ വർത്തമാനം മാതാപിതാക്കൾ വളരെയേറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. 10 ദിവസത്തെ അവധിക്കാലം കഴിയുമ്പോൾ വിദ്യാർത്ഥിനിയായ മകൾക്ക് ഓർമ്മ നിൽക്കുന്നില്ല. അതുപോലെ കൂടുതൽ സമയം ഫോണുകൾ ഉപയോഗിച്ച്, കൂടുതൽ സമയം TV സ്ക്രീനുകൾക്ക് മുമ്പിൽ ചെലവഴിച്ച് അവരുടെ സമയങ്ങൾ അവർ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് അവധിക്കാലം കഴിഞ്ഞതിന് ശേഷവും അവർക്ക് സ്കൂളുകളിലേക്ക് മടങ്ങിപ്പോകാൻ കഴിയുന്നില്ല. അങ്ങനെ ചില സാഹചര്യങ്ങൾ ഉണ്ടാവാറില്ലേ? എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കളുടെ കാര്യത്തിലെ ഒന്നാമത്തെ ഉത്തരവാദി നമ്മളാണ് എന്ന ചിന്ത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണം. ഈ അവധിക്കാലത്ത് അവർക്ക് നല്ലത് പഠിപ്പിച്ചു കൊടുക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കാൻ നമ്മുടെ മക്കളെ പ്രേരിപ്പിക്കണം. മലയാളത്തിൽ, ഇംഗ്ലീഷിൽ, അല്ലെങ്കിൽ അവർക്കറിയുന്ന ഭാഷയിൽ നമ്മുടെ ചുറ്റുപാടും മനോഹരമായ പല പുസ്തകങ്ങളും ലഭിക്കാനുണ്ട്. അതൊക്കെ വായിക്കാൻ അവരെ പ്രേരിപ്പിക്കുക. ആനുകാലികങ്ങൾ വായിക്കാൻ പ്രേരിപ്പിക്കുക. സാമൂഹിക സാഹചര്യങ്ങൾ മനസ്സിലാക്കാൻ അവരോട് നമ്മൾ പറയുക. ഒരു ദിവസം കൃത്യമായ ഒരു സമയം എന്റെ മകൾ ഒരു പുസ്തകത്തിന്റെ കുറഞ്ഞ ഭാഗമെങ്കിലും വായിക്കുന്നു എന്ന് ഓരോ രക്ഷകർത്താവും ഉറപ്പുവരുത്തേണ്ടതുണ്ട്. രണ്ടാമതായി, ഈ അവധിക്കാലത്ത് നമ്മുടെ മക്കൾക്ക് നല്ല ചിട്ടകൾ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക. മദ്രസകൾ വേണ്ട രീതിയിൽ കിട്ടിയിട്ടില്ലാത്ത കുട്ടികളുണ്ട്. ഖുർആൻ ഓതാൻ അറിയാത്ത മക്കളുണ്ട്. അവർക്ക് നമ്മുടെ മുമ്പിൽ ഇന്ന് എത്രയാണ് സാഹചര്യങ്ങളുള്ളത്. നമ്മുടെ മക്കൾക്ക് ഖുർആൻ ഓതാൻ അറിയില്ലെങ്കിൽ ഈ 10 ദിവസം കൊണ്ട് അവർക്ക് അക്ഷരങ്ങൾ പഠിപ്പിച്ച് ഖുർആൻ ഓതാൻ പറ്റുന്ന ഒരു പരുവത്തിലേക്ക് നമ്മുടെ മക്കളെ ആക്കിയെടുക്കുക എന്നുള്ളത് രക്ഷകർത്താക്കൾ ഹൃദയത്തിൽ കുറിച്ചിടുക. രണ്ടാമതൊന്നുകൂടി ആലോചിക്കുക. എന്റെ മകന് ശരിയായി നിസ്കാരം അറിയുമോ? എന്റെ മകന് ശരിയായി അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യാൻ അറിയുമോ? അവന് ഖിയാമിൽ നിൽക്കുമ്പോൾ എന്താണ് ഓതേണ്ടതെന്നറിയുമോ? സുജൂദിൽ പോയാൽ എന്താണ് ചെല്ലേണ്ടത് എന്നറിയുമോ? അത്തഹിയ്യാത്ത് എന്റെ മകൻ അറിയുമോ? ഓരോ പിതാക്കളും ചിന്തിക്കുകയും നമ്മുടെ മക്കൾക്ക് അതറിയില്ലെങ്കിൽ ഈ അവധിക്കാലം ഉപയോഗപ്പെടുത്തി ആവശ്യമായ ദിക്റുകൾ, ആവശ്യമായ സൂറത്തുകൾ, ആവശ്യമായ ഖുർആനിക അധ്യാപനങ്ങളും അധ്യായങ്ങളും അവർക്ക് വേണ്ടതെന്താണോ അത് പഠിപ്പിച്ചു കൊടുക്കാൻ നമ്മൾ ഇപ്പോഴേ തയ്യാറായില്ലെങ്കിൽ കണ്ണടച്ച് തുറക്കുന്നത് പോലെ ഈ അവധി ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ നിന്ന് കടന്നുപോകും. ഓ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമ്മുടെ മക്കൾക്ക് മാനസികമായ ഉല്ലാസം നൽകുക, അവർക്ക് ആവശ്യമായ യാത്രകൾ നൽകുക. ടൂറിസ്റ്റ് പ്ലേസുകളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുപോയി പറഞ്ഞു വിടുക എന്നതല്ല, ഒന്നിച്ചു കുടുംബമായി യാത്ര ചെയ്യാൻ പറ്റുന്ന ഇടത്ത് നമ്മുടെ മക്കളുടെ മാനസിക ഉല്ലാസം കൂടി മനസ്സിലാക്കി അവരെയും കൊണ്ട് യാത്ര ചെയ്യുക. നമ്മുടെ കുടുംബങ്ങളിലേക്ക് യാത്ര ചെയ്യുക. നമ്മുടെ മാതാപിതാക്കളുടെ സഹോദരങ്ങൾ, ബന്ധുമിത്രാദികൾ, കൂട്ടുകുടുംബങ്ങൾ എത്രയാണുള്ളത് ആലോചിച്ചു നോക്കൂ. നിങ്ങളുടെ മകന്, നിങ്ങളുടെ മകൾക്ക് നമ്മുടെ കുടുംബത്തിലെ എത്ര ആളുകളെ അറിയാം, എത്ര ബന്ധങ്ങളെ കുറിച്ച് അവൻ അറിയാം. ആ വീടുകളിലേക്ക് സന്ദർശിക്കുക. അത്തരം സന്ദർശനങ്ങൾ കൊണ്ട് അല്ലാഹു വലിയ അനുഗ്രഹം ചെയ്യുമെന്നാണ്. കുടുംബ ബന്ധം ചേർക്കുന്നതിലൂടെ ആയുസ്സിൽ വർധനവുണ്ടാകും. നമ്മുടെ മക്കൾക്ക് നമ്മൾ പരിചയപ്പെടുത്തുക, ഇത് കൊച്ചാപ്പയുടെ മകൻ, ഇത് മൂത്താപ്പയുടെ മകൻ, ഇത് നമ്മുടെ കുടുംബമാണ്, ആ കുടുംബത്തിലെ ഇന്നാലിന്ന കണ്ണിയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ മക്കൾക്ക് നമ്മുടെ കുടുംബങ്ങളെ പരിചയപ്പെടുത്തുന്ന യാത്രകൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുക. അതുപോലെ നല്ല ചിട്ടകൾ അവരെ പഠിപ്പിക്കുക. അവധിക്കാലമാണ്, നേരത്തെ എഴുന്നേറ്റ് ഒരു 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാൻ, അതുപോലെ രാവിലെ ളുഹാ നിസ്കരിക്കാൻ നമ്മുടെ മക്കളെ പരിശീലിപ്പിക്കാൻ പറ്റിയ നല്ല സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. മാതാപിതാക്കൾ കണ്ണടച്ചാൽ 24 മണിക്കൂർ വീതം ഈ 10 ദിവസത്തിലെ വലിയ ഒരു കാലയളവ് ഒന്നുമില്ലാതെ മൊബൈൽ ഫോണുകളിൽ കളിച്ച്, സ്ക്രീനുകളുടെ മുന്നിലിരുന്ന് ഗെയിമുകളിൽ അഡിക്റ്റായി തെരുവുകളിൽ അലഞ്ഞു നടന്ന് നമ്മുടെ മക്കൾ നമ്മുടേതല്ലാതായി മാറിപ്പോകും. ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളെ അവധിക്കാലം കഴിയുമ്പോഴേക്ക് വളരെയേറെ ഒരുപാട് മൂല്യങ്ങൾ പഠിച്ച ഒരു മകനായി നിങ്ങൾക്ക് സമൂഹത്തിന്റെ മുമ്പിൽ അവതരിപ്പിക്കാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല നന്നായി അറിയാനും മനസ്സിലാക്കാനും അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ ഒക്കെ മക്കളെ അല്ലാഹു സാലിഹീങ്ങളാക്കി തരുമാറാകട്ടെ. കുടുംബങ്ങളിൽ അല്ലാഹു ഐശ്വര്യം വർദ്ധിപ്പിച്ചു നൽകുമാറാകട്ടെ.